പുറത്ത് ആകാശം പൊട്ടിപ്പിളർന്ന ശബ്ദത്തോടെ മഴ തകർത്തു പെയ്യുകയാണ്. അടുക്കളയുടെ ഒരു കോണിൽ തണുത്തുറച്ച ഭിത്തിയിൽ ചാരി നിന്ന് മീര നിശ്ചലമായി നിൽക്കുന്നു. ഏതോ ഒരു ശൂന്യതയിലേക്ക് നോക്കി നിൽക്കുന്ന അവളുടെ കണ്ണുകൾ പെയ്തൊഴിയാത്ത ഒരു കാർമേഘം അപ്പോഴുമുണ്ട്. മോളെ, നീ എന്താ ഈ പാതിരാത്രി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? പോയി കിടന്നുറങ്ങിക്കൂടെ നിനക്ക്? ജാനകിയമ്മയുടെ ആർദ്രമായ സ്വരം കേട്ടാണ് അവൾ ഞെട്ടിയുണരുന്നത്. ആ അമ്മയുടെ കണ്ണുകളിൽ തന്നോടുള്ള വാത്സല്യം നിറയുന്നത് കണ്ടപ്പോൾ മീരയുടെ നിയന്ത്രണം വിട്ടുപോയി. എനിക്ക് ഉറക്കം വരുന്നില്ല അമ്മ. എൻ്റെ അച്ഛൻ അവിടെ ശ്വാസം കിട്ടാതെ ഇപ്പോൾ പിടയുന്നുണ്ടാകും. എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ. അവൾ വിതുമ്പിപ്പോയി. അമ്മ മരുന്ന് വാങ്ങിക്കൊടുത്താലും ഞാനില്ലാതെ മരുന്ന് ഇറക്കില്ല അച്ഛന്. അവൾ വാക്കുകൾ പൂർത്തിയാക്കാനാവാതെ തേങ്ങിപ്പോയി. തൻ്റെ സ്വപ്നത്തേക്കാൾ, തൻ്റെ വിദ്യാഭ്യാസത്തേക്കാൾ അവൾക്ക് വലുത് ആ കൊച്ചു വീടിൻ്റെ പട്ടിണി തന്നെയായിരുന്നു. അവിടെ ആരുടെയും ശല്യമില്ലാതെ താൻ പട്ടിണിയിൽ ഒരു രാജകുമാരിയായാണ് അവിടെ വളർന്നത് എന്ന് അവൾ ഓർത്തുപോയി. നീ വിഷമിക്കേണ്ട മോളെ, രുദ്രൻ്റെ അച്ഛൻ നാളെ വരും. എല്ലാം ഞാൻ അദ്ദേഹത്തോട് പറയാം. മോളെ, നമുക്ക് തുടർന്ന് പഠിക്കണം. അതോ? വേണ്ട അമ്മേ, മീര അവരുടെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് പഠിക്കണ്ട. എൻ്റെ അച്ഛനും അമ്മക്കും വിശപ്പില്ലാതെ കഴിയാൻ ഒരു വഴി, അതുമാത്രം മതി. ഈ വീടിൻ്റെ പടികൾ താൻ കയറിയത് എൻ്റെ ആഗ്രഹപ്രകാരമല്ല. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ അച്ഛൻ അവിടെ മരിച്ചു വീഴരുത്. അവർക്ക് പട്ടിണിയില്ലാതെ ജീവിക്കാൻ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് അതുമാത്രം തന്നാൽ മതി അമ്മേ. കൈകൾ കൂപ്പി നിൽക്കുന്ന ആ 21 വയസ്സുകാരിയുടെ നിശ്ചയദാർഢ്യം ജാനകിയമ്മ അമ്പരിപ്പിച്ചു. സ്വന്തം ആയുസ്സും ആരോഗ്യവും പണയം വെച്ച് മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്ന അവളുടെ ആ വലിപ്പം ആ അമ്മയുടെ ഉള്ളിൽ ഒന്ന് ഉലച്ചുപോയി. പഠിച്ചുകൊണ്ട് തന്നെ നിനക്ക് അവരെ സഹായിക്കാം. അതുവരെ അവർക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അത് വേണ്ട അമ്മ. മീരയുടെ സ്വരമൊന്ന് ഇടറിപ്പോയി. എനിക്ക് എപ്പോഴാണ് ഈ പടിയിറങ്ങി പോകേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല. ആരുടെയൊക്കെ പകയുടെ ഇടയിൽ ബലിയാടായവളാണ് ഞാൻ. എന്നും ഈ തണൽ എനിക്കുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മേ. മീരയുടെ വാക്കുകൾ ആ സത്യം ജാനകിയമ്മയെ വേദനിപ്പിച്ചു. അവർ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവളുടെ വസ്ത്രത്തിൽ നിന്നും മദ്യത്തിൻ്റെ കറയില്ലാത്ത ഗന്ധത്തിന് പകരം രുദ്രൻ്റെ മുറിയിൽ ആ വോഡ്കയുടെ രൂക്ഷഗന്ധം ഉണ്ടായിരുന്നു. അവൻ അവളെ ഉപദ്രവിച്ചോ എന്ന ആദി ആ അമ്മയുടെ മുഖത്ത് ആ നിമിഷം തെളിഞ്ഞു നിന്നു. രുദ്രൻ വീണ്ടും നിന്നെ വേദനിപ്പിച്ചു. ചതിച്ചവരെ അവൻ ഒരിക്കലും വെറുതെ വിടാറില്ല മോളെ. പക്ഷെ അവനുള്ളിൽ പാവമാണ്. കാലം നിന്നെ അവന് മനസ്സിലാക്കി കൊടുത്തോളും. മീര അത് കേട്ടതും ഒന്നും മിണ്ടിയില്ല. പകയുടെ തീയിൽ വെന്തുരുകുന്ന രുദ്രൻ്റെ ഉള്ളിൽ പ്രണയം വിരിയുമെന്ന് വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. മോള് പോയി ഈ വേഷമൊന്ന് മാറിവാ. മുകളിലെ നിലയിൽ ആരും ഉപയോഗിക്കാത്ത ഒരു മുറിയുണ്ട്. വേണമെങ്കിൽ നിനക്ക് അവിടെ കിടക്കാം. അതല്ലെങ്കിൽ എൻ്റെ കൂടെ വന്നോളൂ. അവളെ രുദ്രൻ്റെ അടുത്തേക്ക് വിട്ടാൽ എന്താണ് സംഭവിക്കുക എന്ന് പോലും അമ്മക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അവർക്കപ്പോഴും ആദിയുണ്ട് അവളിൽ. അമ്മേ, ഞാൻ ആ മുറിയിൽ കിടന്നോളാം. എനിക്ക് കുറച്ചു സമയം തനിയെ ഇരിക്കണം. മീര പടികൾ കയറി പോകുന്നത് നോക്കി നിൽക്കെ ജാനകിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഇന്ന് ഇവരുടെ ആദ്യ രാത്രിയാണ്. പ്രണയത്തിൻ്റെ മധുരം നുണയേണ്ടവൾ ഇന്ന് 2 മുറികളിൽ പകയുടെ കനലുമായി കഴിയുന്നു. എൻ്റെ മകൻ എന്ന് തിരിച്ചറിയും ഇവൾ അവൻ്റെ ശത്രുവല്ല, മറിച്ച് അവൻ്റെ മുറികൾക്ക് മരുന്നാകേണ്ടവളാണ്. പാവം പെൺകുട്ടി. തനിക്ക് കിട്ടേണ്ട എല്ലാ സ്നേഹവും മാതാപിതാക്കൾക്കായി കരുതി വെച്ചവൾ. മേശപ്പുറത്തിരുന്ന് മെഴുകുതിരി കെട്ടുപോയി. പുറത്തെ പേമാരി ആ വലിയ വീടിൻ്റെ വിഴുങ്ങാൻ ശ്രമിക്കുന്നു. അകത്തെ നിശബ്ദത്തിൽ 2 ഹൃദയങ്ങൾ 2 ദിശയിലേക്ക് യാത്ര തുടരുകയാണ്. പുറത്ത് മഴ അപ്പോഴും തോർന്നിട്ടില്ല. ജനാലക്കൽ തട്ടിത്തെറിക്കുന്ന മഴത്തുള്ളിയുടെ താളത്തിനൊപ്പം രുദ്രൻ്റെ തലയ്ക്കുള്ളിൽ 1000 ചെണ്ടകൾ ഒരേ സമയം കൊട്ടുന്നത് പോലെ തോന്നിയവന്. തല വെട്ടിപ്പൊളിയുന്ന വേദനയെ കണ്ടാണ് അവൻ കണ്ണു തുറന്നത് തന്നെ. ലഹരിയുടെ അവശേഷിപ്പുകൾ കണ്ണുകളിൽ ഒരു മൂടൽ മഞ്ഞ് പോലെ പടർന്നു നിൽക്കുന്നു. അവൻ പതുക്കെ എഴുന്നേറ്റ് നിന്നു. മുറിയിലാകെ ഒന്ന് കണ്ണോടിച്ചു. ഞാനെങ്ങനെ ഇവിടെ എത്തി? അവൻ സ്വയം ചോദിച്ചു. ഇന്നലെ രാത്രി ഓർമ്മകൾ ഒരു ചീട്ടുകൊട്ടാരം പോലെ അവൻ്റെ മനസ്സിലേക്ക് തകർന്നു വീണു. ഹിരണിയുടെ വേർപാട് തന്ന മുറിവുണക്കാൻ വോഡ്ക കുപ്പികൾ അഭയം പ്രാപിച്ചതും ബോധമില്ലാതെ തറയിൽ വീണതും നേരിയ നിഴൽ ചിത്രങ്ങൾ പോലെ തെളിഞ്ഞു വന്നു.
പക്ഷേ ഒരിക്കലും ആരുടെയും സഹായമില്ലാതെ തനിക്ക് കട്ടിലിൽ കിടക്കാൻ കഴിയില്ലെന്ന് അവനുറപ്പായിരുന്നു. അവൻ്റെ കണ്ണുകൾ പെട്ടെന്ന് മുറിയിലാകെ പരതി. ചിതറിക്കിടക്കുന്ന കുപ്പിച്ചില്ലുകളെല്ലാം മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം മാറിയിരിക്കുന്നു. ഇന്നലെ രാത്രി തൻ്റെ അടുത്ത് ആരോ വന്നിട്ടുണ്ട്. താൻ അവരെ കെട്ടിപ്പിടിച്ച് പറഞ്ഞിട്ടുമുണ്ട് പലതും, പല കാര്യങ്ങളും. എല്ലാം അതിമനോഹരമായി അടുക്കി വച്ചിരിക്കുന്നു. മേശപ്പുറത്ത് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം മൂടി വെച്ചിട്ടുമുണ്ട്. രുദ്രൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ദേഷ്യം കൊണ്ട് അവൻ്റെ താടിയെല്ലുകൾ വിറച്ചു. അപ്പോൾ അവൾ തന്നെയാണ് ഇന്നലെ വന്നത്. ഓ, അപ്പോൾ അവിടെ ഇന്നലെ അവൾ വന്നിട്ടുണ്ട്. എൻ്റെ അനുവാദമില്ലാതെ ഈ മുറിയിൽ കയറി എന്നെ തൊടാൻ അവൾക്ക് എങ്ങനെ ധൈര്യം വന്നു? മീരയോടുള്ള ഈർഷ്യ അവൻ്റെ രക്തത്തിൽ തീ പടർത്തി. തൻ്റെ വേദനയിൽ അവൾ സഹതപിക്കുന്നത് അവന് സഹിക്കാനാവുന്നില്ലായിരുന്നു. അവളോടുള്ള പകയുടെ കനൽ ഒന്നുകൂടി അവനിൽ ജ്വലിച്ചു നിന്നു. ഇതിനൊക്കെയുള്ള മറുപടി നിനക്ക് ഞാൻ തരുന്നുണ്ട് മീര, അവൻ പല്ലുറുമിക്കൊണ്ട് മന്ത്രിച്ചു. ശരീരത്തിൻ്റെ തളർച്ച മാറ്റാൻ അവൻ വേഗത്തിൽ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. ഷവറിൽ നിന്ന് വീഴുന്ന തണുത്ത വെള്ളം അവൻ്റെ ശിരസിലെ ചൂട് കുറച്ചെങ്കിലും ഉള്ളിലെ ദേഷ്യം അണച്ചിരുന്നില്ല. വസ്ത്രം മാറി 6 അടി 2 ഇഞ്ചുകാരനായ ആ വേട്ടക്കാരൻ മുറിക്ക് പുറത്തേക്ക് വരുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു വന്യതയുണ്ടായിരുന്നു. താഴെ മുറ്റത്ത് ആരുടെയോ സംസാരം കേട്ട് അവൻ ബാൽക്കണിയിൽ നിന്ന് തന്നെ താഴെ ജാനകിയമ്മയോട് സംസാരിച്ചു നിൽക്കുന്ന മീരയെ കണ്ടതും രുദ്രൻ്റെ കൈകൾ ഒന്നുകൂടി മുഷ്ടി ചുരുട്ടി. ശാന്തമായി നിൽക്കുന്ന അവളുടെ മുഖം കാണുമ്പോൾ തൻ്റെ ജീവിതം തകർത്തവളുടെ ഒരേ ചോരയാണ് അവളുടേതെന്ന സത്യം അവൻ്റെ ഉള്ളിൽ അപ്പോഴും ആഞ്ഞടിച്ചു നിന്നു. വേട്ട തുടങ്ങാൻ പോകുന്ന പുലിയെ പോലെ അവൻ പടവുകൾ ഓരോന്നായി ഇറങ്ങാൻ തുടങ്ങി. ആ നിശബ്ദത്തിൽ അവൻ്റെ കാൽപെരുമാറ്റം ഒരു താക്കീത് പോലെ അവിടെ മുഴങ്ങിക്കേട്ടു. താഴത്തെ നിലയിലേക്ക് ഇറങ്ങി വരുന്ന രുദ്രൻ്റെ ഓരോ ചുവടും ആ തറവാടിൻ്റെ നിശബ്ദതയെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അവൻ്റെ കണ്ണുകളിൽ ഉറക്കമില്ലാത്ത രാവിൻ്റെ ചുവപ്പും അതിലേറെ അടങ്ങാത്ത ദേഷ്യവും പകയും ഉണ്ടായിരുന്നു. മുറ്റത്ത് ജാനകിയമ്മയോട് എന്തോ സംസാരിച്ചു നിൽക്കുകയായിരുന്ന മീര ആ കാൽപെരുമാറ്റം കേട്ട് ഞെട്ടിത്തരിച്ചു നിന്നു. അവളെ കണ്ടതും രുദ്രൻ്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. ഹിരണിയുടെ അതേ മുഖച്ഛായ, അതേ വിടർന്ന കണ്ണുകൾ. ഓരോ തവണ അവളെ കാണുമ്പോഴും താൻ ചതിക്കപ്പെട്ട ആ ദിവസം തന്നെ മണ്ഡപത്തിൽ ഇറക്കി വിട്ടവളെ അവൻ ഓർമ്മ വരും. ആ ദിവസത്തിൻ്റെ മുറിവുകൾ അവനിൽ വീണ്ടും പച്ച പിടിക്കും. മീര! രുദ്രൻ്റെ അലർച്ച കേട്ട് മീരയുടെ കയ്യിലിരുന്ന പാത്രം നിലത്തേക്ക് വീണു. ഭയം കൊണ്ട് അവളുടെ ശ്വാസം നിലച്ചുപോയി. എൻ്റെ അനുവാദമില്ലാതെ നീ എന്തിനാടി ഇന്നലെ രാത്രി എൻ്റെ റൂമിൽ വന്നത്? എന്നെ തൊടാൻ നിനക്ക് ആരടി അധികാരം തന്നത്? അവൻ അവളുടെ അടുത്തേക്ക് ആഞ്ഞെടുത്തുകൊണ്ട് ചോദിച്ചു. രുദ്ര മോനെ, അവൾ നിന്നെ സഹായിക്കാൻ വന്നതാണ്. ഞാനാണ് അവളോട് നിനക്ക് കാപ്പി തരാൻ പറഞ്ഞത്. ജാനകിയമ്മ തടയാൻ ശ്രമിച്ചെങ്കിലും രുദ്രൻ അത് കേട്ട ഭാവം നടിച്ചില്ല. സഹായമോ? ഇവളുടെയോ? ചതിയുടെ ചോരയോ ഓടുന്ന ഇവൾക്ക് എന്നോട് എന്ത് സഹതാപമുണ്ടാവാനാ? അവൻ മീരയെ കൈത്തണ്ടയിൽ മുറുക്കി പിടിച്ചു. ഹിരണിയെപ്പോലെ നീയും എന്നെ വലയിലാക്കാൻ നോക്കുകയാണോടി? നിന്റെ മുഖം കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണ്. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളവിടെ ബോധമില്ലാതെ മിണ്ടിപ്പോകരുത് നീ, അവൻ പല്ലുറുമിക്കൊണ്ട് പറഞ്ഞു. ഇനി എൻ്റെ നീൽ പോലും നിന്റെ മേൽ പതിയാൻ പാടില്ല. ഇറങ്ങിപ്പോ എൻ്റെ മുന്നിൽ നിന്ന്. അവൻ ദേഷ്യത്തോടെ കൈവെട്ടിച്ചു. മീര തറയിലേക്ക് വീഴാൻ പോയെങ്കിലും ജാനകിയമ്മ അവളെ താങ്ങിപ്പിടിച്ചു. മീരയുടെ ആ തകർന്ന മുഖത്തേക്ക് നോക്കാൻ വയ്യാതെ രുദ്രൻ പെട്ടെന്ന് തന്നെ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഹിരണിയുടെ ചിരിക്കുന്ന മുഖം അവൻ്റെ ഓർമ്മകളിൽ മിന്നിമറഞ്ഞു. ആ വേദന സഹിക്കാനാവാതെ അവൻ തലവെട്ടിച്ച് അവിടെ നിന്നും നടന്നു നീങ്ങി. അവൻ നേരെ പോയത് ഇന്ദ്രനീലത്തിൻ്റെ പിന്നാമ്പുറത്തുള്ള ആ പഴയ ആൽമുര ചുവട്ടിലേക്കാണ്. അവിടെയാണ് അവൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏകാന്തത ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം. തണുത്ത കാറ്റേറ്റ് ആ കൽപ്പടവിലിരിക്കുമ്പോൾ അവൻ്റെ മനസ്സ് ഒരു ഭ്രാന്താലയം പോലെ ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. എന്തിനാണ് ഹിരണി നീ എന്നോട് ഈ ചതി ചെയ്തത്? നിന്റെ പകരക്കാരിയായി വന്ന് നിന്റെ ഈ അനിയത്തിയെ തന്നെ നോക്കി എനിക്ക് എത്രയോ പകയോടെ എത്ര നാൾ ജീവിക്കാൻ കഴിയും? അവൻ ആകാശം നോക്കി ഒരു ദീർഘശ്വാസം വിട്ടു. ഉള്ളിൽ കനൽ എരിയുമ്പോഴും പുറത്ത് വീണ്ടും ഒരു മഴ പെയ്യാൻ വെമ്പുന്നത് പോലെ ആകാശം ഇരുണ്ടുകൂടി. തൻ്റെ തട്ടകത്തിൽ താൻ തന്നെ തടവുകാരനാകുന്ന അവസ്ഥയിൽ രുദ്രൻ ആ തണുപ്പിൽ തന്നെ തളർന്നിരുന്നു. അപ്പോഴാണ് അവളെ പെട്ടെന്ന് അവന് ഓർമ്മയിലേക്ക് വന്നത്. മീര. അവളുടെ കരിഞ്ഞ മുഖവും
താൻ ചെയ്ത ക്രൂരതയും അവൻ്റെ മനസ്സിലേക്ക് ഒരു നിമിഷം ഓടി വന്നു. ആ ഓർമ്മകളെ മായ്ക്കാനെന്ന പോലെ അവൻ കണ്ണുകളടച്ചു കിടന്നു.